ഹായ് ഫ്രണ്ട്സ്, കുറേ ദിവസത്തിന് ശേഷം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇന്നൊരു ചെറിയ വെയിൽ കണ്ടുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങിയത്. അങ്ങനെ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചപ്പോൾ ഇപ്പോൾ കീനു സീസൺ ആണല്ലോ, എന്നാൽ കീനു ഗാർഡനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എല്ലാ വർഷവും കഴിഞ്ഞ വർഷവും ഞാൻ വീഡിയോ ചെയ്തിട്ടിരുന്നു, പക്ഷേ അധികം ഒരു ആക്റ്റീവ് അല്ലാത്ത സമയത്താണ് അത് ചെയ്തത്. എന്നാലും ഓരോ തവണ പോകുമ്പോഴും ഒരു പ്രത്യേകതയാണല്ലോ അവിടെ. അപ്പോൾ അത്യാവശ്യം കീനുമൊക്കെ അവർ പറിച്ച് തുടങ്ങിയിരുന്നു. എന്നാലും ഇപ്പുറത്തെ സൈഡിൽ ഒത്തിരി ഉണ്ടായിരുന്നു. എല്ലാം പറിക്കില്ല. അങ്ങനെ ഗീനുവിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ നടന്നു. ഒരെണ്ണമൊന്നുമല്ല, ഒരുപാടുണ്ട്. ഒരുപാട് പറിച്ച് കഴിക്കുകയും ചെയ്തു. നല്ല വെയിറ്റ് ഉണ്ട്. അയ്യോ, ഒരു കൊലയിൽ എന്തുമാത്രം കിടക്കണ. ശിവയുടെ സന്തോഷം നോക്കി. ശിവ ചെലപ്പം പിന്നെ എന്നാ കഴിക്ക്. ഇവിടെ ഫുള്ള് നല്ല പച്ചപ്പായിട്ട് കിടക്കും. മഴ പെയ്ത കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ. സൂപ്പർ. ഫുള്ളതാണ് ഫുള്ള്. ഇടയിൽ കൂടെ സൂര്യനെയും കാണാൻ ചെറുതായിട്ട്. ശിവ നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഒരു ഉണങ്ങിയ കീനു മരത്തിലൊക്കെ കയറി അഭ്യാസം കാണിക്കുന്നുണ്ട്. നമുക്കൊരെണ്ണം പറിച്ച് തിന്ന് നോക്കാം. നല്ലത് നോക്കാം. നോക്കട്ടെ. കുറച്ച് ഓറഞ്ച് പോലെ തന്നെ പൊളിക്കാൻ പറ്റും അല്ലേ? അതിലുണ്ട്. അങ്ങനെ അവിടെ എല്ലാം നടന്ന് കണ്ടു, കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അതാണല്ലോ നമ്മുടെ മെയിൻ. ശരിക്കും ലൈറ്റ് തെളിഞ്ഞ് കിടക്കുന്ന പോലെ ആയിട്ടാ കാണാൻ. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചരിച്ച് മാത്രമേ വീഡിയോ എടുക്കാൻ പാടുള്ളൂ. ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, ധന. ശിവ ശിവ മരത്തെ കയറിയിരിക്കുന്നു. പിന്നെ ആ മരത്തെ വേറെ വല്ലതും ഉണ്ടാവും. കാശ്മീരിലേക്ക് പോകും. ഇതിലെ കൂടെ നടക്ക അടിപൊളിയാട്ടാ, നല്ല രസം. പക്ഷെ മഴ പെയ്ത് അങ്ങ് ചെളിയായിട്ട് കിടക്കുവാണ്. ഇത് സൂക്ഷിച്ചും കണ്ടൊക്കെ പോയില്ലെങ്കിൽ താഴെ കിടക്കും. അത് ഇല കുറവാ. നമുക്ക് എന്ത് രസം കാണാൻ. അവിടെ ഇവിടെയായിട്ട് കടുക് ഓരോന്നൊക്കെ പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ കടുകിൻ്റെ സീസണും കൂടെ ആണല്ലോ. ഇവിടെ ഒത്തിരി കടുക് പാടമുണ്ട്. അപ്പോൾ ഒരു ദിവസം നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്യാം. കടുക് കേട്ടോ, ഇത് കടുക് ഉണ്ടായിട്ടില്ല. ഇതേ കടുക് ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അങ്ങനെ അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ വാതിൽക്ക് തന്നെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് തന്നെ പറിച്ചിട്ട്. ഇപ്പോൾ ഇവിടെ ജ്യൂസ് കിട്ടും, നമ്മൾ പറഞ്ഞാൽ ജ്യൂസും കിട്ടും. ഇവിടെ റോഡ് സൈഡിൽ ഫുള്ള് ഈ സമയത്ത് കീനുവാണ്. കീനുവിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഫുൾ ഓറഞ്ച് നിറവായിരിക്കും. എവിടെ നോക്കിയാലും കീനുവിൻ്റെ കടകൾ. അപ്പോൾ ഈ ഒരു മെഷീനിലാണ് നമുക്ക് കീനു ജ്യൂസ് ഉണ്ടാക്കി തരുന്നത്. ഞങ്ങൾ ജ്യൂസൊന്നും കുടിച്ചില്ല, അത്യാവശ്യം തണുപ്പുള്ളത് കൊണ്ട് തന്നെ കുടിച്ചില്ല. എന്നാലും നമ്മളെ അവിടെ കയറ്റിയതിൻ്റെ സന്തോഷത്തിൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഒരു 2 കിലോ കീനുമൊക്കെ വാങ്ങി. 1 കിലോയ്ക്ക് 2 കിലോയ്ക്ക് 100 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ കുറച്ച് കീനുമൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരേക്കും ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.